Page number 130, exercise 6C. Adil, fourth question. From the sum of minus 46 and minus 13, subtract minus 31. Addition y, subtraction y. ആദ്യത്തെ രണ്ട് നമ്പേഴ്സിന്റെ സമ്മിൽ നിന്ന് മൈനസ് 31 മൈനസ് ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കിയേ. ആദ്യത്തെ രണ്ട് 46ന്റെയും 13ന്റെയും സമ്മ് കണ്ടുപിടിക്കുക. എന്നിട്ട് മൈനസ് 31 മൈനസ് ചെയ്യാം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയേ. അത് കിട്ടിയോ? എത്രയാ? അത് തന്നെ കറക്റ്റാ. ശ്രദ്ധിച്ചോ? എല്ലാവർക്കും എല്ലാവർക്കും അല്ല, അവള് കുഴപ്പമില്ല, സാറില്ല. ഇത് അടിച്ചപ്പോ മാറിപ്പോയി. അത് സാറില്ല, സാറില്ല. മിസ്, ഞാൻ ആൻസർ എഴുതിയതിന് മൈനസിന്റെ സിമ്പിൾ കണ്ടില്ല, അതുകൊണ്ടാ. അത് മൈനസ് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത്. ആഹാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന മൈനസ് ഇട്ടില്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. മൈനസ് 28ഉം 28ഉം എത്രയോ വ്യത്യാസമുണ്ട്. മൈനസ് ഞാൻ അത് നോക്കിയില്ല, സിമ്പിൾ കണ്ടില്ല, അതുകൊണ്ടാ. സിമ്പിൾ കാണാത്തുള്ളൂ. സിമ്പിൾ കണ്ടില്ലെങ്കിൽ നീ പിന്നെ മൈനസ് എഴുതാൻ വിട്ടുപോയി എന്നൊക്കെ എക്സാമിന് എക്സ്ക്യൂസ് പറഞ്ഞാൽ ശരിയാവോ? ആൻസർ തെറ്റില്ലേ? ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. മൈനസ് 46 പ്ലസ് മൈനസ് 13 എത്ര കിട്ടും? മൈനസ് 46 മൈനസ് 13 ഈസ് ഈക്വൽ ടു മൈനസ് 59. ഇനി മൈനസ് 59ൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് 59ൽ നിന്ന് മൈനസ് 39 സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? മൈനസ് 39 സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അവിടെ ചെയ്യണ്ടേ? എന്തോ 31. ഓക്കെ, മൈനസ് 31 സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അവിടെ മീനിങ്? അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യാം. മൈനസ് 59 പ്ലസ് മൈനസ് 31ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് 31. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈൻ ഇടാം. ഡിഫറൻസ് 28, വലിയ നമ്പറിന്റെ സൈൻ മൈനസ്. സോ മൈനസ് 28. ഒന്നുകൂടി വേണോ? ഈ പാഠം കൂട്ടിക്കുറച്ച ചോദ്യം. അങ്ങനെയാണെങ്കിൽ അല്ലേ ആറാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ആറാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ: subtract the sum of minus 250 and 138 from the sum of 136 and minus 272. പേജ് നമ്പർ ഒന്നുകൂടെ പറഞ്ഞു തരുമോ? അത് ഫുള്ള് പറഞ്ഞു പോയി. പേജ് നമ്പർ 130. Sixth question: subtract the sum of minus 250 and 138 from the sum of 136 and minus 272. അതായത് 136ന്റെയും 272ന്റെയും സമ്മും മൈനസ് 250ന്റെയും 138ന്റെയും സമ്മും കണ്ടുപിടിക്കാം. എന്നിട്ട് 136ന്റെയും മൈനസ് 272ന്റെയും സമ്മിൽ നിന്ന് മൈനസ് 250യുടെയും 138ന്റെയും സം സബ്ട്രാക്ട് ചെയ്യാം. ജസ്റ്റ് എന്താ ചെയ്യണ്ടേന്ന് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചുതരാം. അത് നോക്കി ജസ്റ്റ് ഒന്ന് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ആദ്യം എന്ത് കണ്ടുപിടിക്കണം?
മിസ്സേ 136 മൈനസ് ആണോ അല്ലല്ലോ അല്ലേ പോസിറ്റീവ് അല്ലേ പറഞ്ഞുതരാം. ഇവിടെ നോക്ക് 136 പ്ലസ് മൈനസ് 272. ആദ്യം ഇത് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? മൈനസ് 250 പ്ലസ് 138. ഇതാണ് ചെയ്യേണ്ടത്. ഇതൊന്ന് ചെയ്ത് നോക്കേ. മിസ്സേ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടേ. ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. ഇത്ര വേഗം ചെയ്ത് കഴിഞ്ഞോടാ? മിസ്സ് സംസാരിക്കുന്നതിന്റെ മിസ്സ് പറഞ്ഞ പാടെ ഞാൻ ചെയ്തു തുടങ്ങി. 136 പ്ലസ് 2 മൈനസ് 272. ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈൻ ഇടുക. ഡിഫറൻസ് എത്രയാ? 136ന്റെയും 272ന്റെയും ഡിഫറൻസ് 136 തന്നെ അല്ലേ? അല്ലേ? 136 പ്ലസ് 136 അല്ലേ 272. സൈൻ വരുന്നത് മൈനസ്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം നമുക്ക്? മൈനസ് 250ന്റെയും 138ന്റെയും സം. മൈനസ് 250ന്റെയും 138ന്റെയും സം എത്ര വരാ? മൈനസ് 112. മൈനസ് 136ൽ നിന്ന് മൈനസ് 112 സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യുന്നു. അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മൈനസ് 112ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് 112. So മൈനസ് 136 പ്ലസ് 112. ഡിഫറൻസ് കാണുമ്പോൾ 24 എന്ന് കിട്ടും. സൈൻ വലതിന്റെ സൈൻ ഇടാം മൈനസ്. മൈനസ് 24. മിസ്സേ ഞാൻ 24 തന്നെയല്ലേ വിട്ടേ. ആരാ? ജോയൽ. 24 മാത്രം പോരല്ലോ, മൈനസ് 24 വേണ്ടേ? സൈൻ മാറിയാല് ഇന്റിജേഴ്സിന്റെ ആൻസർ മുഴുവൻ തെറ്റും പോലെ. ഈ ആദ്യം മുതലേ പറയുന്നല്ലേ. മൈനസിന്റെ സൈൻ എന്തായാലും ഇടണം. പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് ഇന്റിജേഴ്സിന് പോസിറ്റീവ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. എന്നാൽ നെഗറ്റീവ് ഇന്റിജേഴ്സിന്റെ കൂടെ എപ്പോഴും മൈനസ് എന്നുള്ള സൈൻ ഇട്ടിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അതിന്റെ വാല്യൂല് വ്യത്യാസം വരും, ആൻസർ തെറ്റിപ്പോകും. ശരിക്ക് മെത്തേഡ് ഒന്ന് ഒന്നിട്ട് പറഞ്ഞുതരുമോ? ഈ മെത്തേഡോ? അതൊന്നും ഈ കണക്കൂട്ട് ഒന്നും മനസ്സിലായില്ല, പറഞ്ഞുതരുമോ? കണക്കൂട്ടി ഒന്നും മനസ്സിലായില്ലാന്നോ? അപ്പൊ എങ്ങനെയാ? എനിക്കും ഡൗട്ട് ഉണ്ട്. ഇത് എങ്ങനെയാന്ന് വെച്ചാല് ആദ്യത്തെ രണ്ട് നമ്പേഴ്സിന്റെ സമ്മിൽ നിന്ന് രണ്ടാമത്തെ രണ്ട് നമ്പേഴ്സിന്റെ സം സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ രണ്ട് നമ്പേഴ്സിന്റെ സം 136 പ്ലസ് മൈനസ് 272. അത് രണ്ടും ഡിഫറൻസ് സൈനുള്ള ഇന്റിജേഴ്സ് ആണ് അല്ലെ? അപ്പൊ അതിന്റെ സം കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈൻ ഇടാം. ഡിഫറൻസ് കാണുമ്പോൾ 136 എന്ന് കിട്ടും. വലുതിന്റെ സൈൻ മൈനസ്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? രണ്ടാമത്തെ രണ്ട് നമ്പേഴ്സിന്റെ സൈൻ സം മൈനസ് ചെയ്യണം. രണ്ടാമത്തെ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മൈനസ് 250യും 138. അതിന്റെ രണ്ടിന്റെയും സം കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടും ഡിഫറൻറ്റ് സൈൻ ആയതുകൊണ്ട് മൈനസും പ്ലസും ആയതുകൊണ്ട് അതിന്റെ ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈൻ ഇടാം. അതിന്റെ ഡിഫറൻസ് 250യുടെയും 138ന്റെയും ഡിഫറൻസ് 112. ഇതിൽ വലിയ നമ്പർ 250 ആയതുകൊണ്ട് 250ന്റെ സൈൻ മൈനസ് ആയിരിക്കണം. 112ന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ മൈനസ് 136ൽ നിന്ന് മൈനസ് 112 സബ്ട്രാക്ട് ചെയ്യണം. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ചെയ്തോ ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം
അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യും. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് അതിന്റെ സൈൻ മാറ്റിയിട്ടാൽ മതി. ഇപ്പൊ മൈനസ് നമ്പേഴ്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണെങ്കിൽ നമ്പർ മാറ്റാതെ അതിന്റെ സൈൻ പോസിറ്റീവ് ആക്കിയാൽ മതി. പോസിറ്റീവ് നമ്പേഴ്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണെങ്കിൽ നമ്പർ മാറ്റാതെ അതിന്റെ സൈൻ മാത്രം മാറ്റിയാൽ മതി, നെഗറ്റീവ് ആക്കിയാൽ മതി. അപ്പൊ -112ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് +112. -112ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് +112. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ മതി. -136 പ്ലസ് ഈ മൈനസിന് പകരം ഇവിടെ പ്ലസ് വന്നു. സബ്ട്രാക്ഷന് പകരം നമ്മൾ ചെയ്യുന്നത് അഡീഷൻ. എന്താ അഡീഷൻ? എന്താ ആഡ് ചെയ്യണ്ടേ? ഈ നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. -136 പ്ലസ് 112. ഇതിപ്പോ രണ്ടും ഡിഫറെന്റ് സൈൻ ആയതുകൊണ്ട് ഒന്ന് നെഗറ്റീവോ ഒന്ന് പോസിറ്റീവോ ആയതുകൊണ്ട് അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈൻ ഇടാം. 136ന്റെയും 112ന്റെയും ഡിഫറൻസ് 24 ആണ്. ഇവിടെ വലിയ നമ്പർ 136 ആയതുകൊണ്ട് അതിന്റെ സൈൻ നെഗറ്റീവ്. നെഗറ്റീവ് 24ന്റെ കൂടെ -24ന്റെ കൂടെ ആഡ് ചെയ്തു. ആൻസർ -24. ഇപ്പൊ മനസ്സിലായോ? എന്തോ? ഞാൻ ഇങ്ങനെയല്ല ചെയ്തിനി. ഇങ്ങനെയല്ലേ ഞാനും ഇങ്ങനെയല്ല ചെയ്തത്. പിന്നെ എങ്ങനെയാ ചെയ്തേ? ഞാൻ മിസ് തന്നിരിക്കുന്ന 136ഉം 272ഉം ഞാൻ സബ്ട്രാക്ട് ചെയ്തിട്ട് മറ്റേ 15 138ഉം സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ പിന്നെ ആ 144ഉം 120ഉം സബ്ട്രാക്ട് ചെയ്തപ്പോ പിന്നെ -24 കിട്ടിയേ. ഓക്കെ, എങ്ങനെയായാലും കിട്ടും. അത് ഞാനിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഈ പ്രോബ്ലത്തിന് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ എഴുതി തന്നത് കൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്തേ? പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്ത് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടല്ലേ ചെയ്തേ? അതെ. എന്നാ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സബ്ട്രാക്ട് ദി സം ഓഫ് -250 and 138 from the sum of 136 and 272. ഇതിന്റെ സമ്മിൽ നിന്ന് ഇതിന്റെ സം സബ്ട്രാക്ട് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്താലും ആൻസർ ശരിയായിരിക്കും. കാരണം ഇതിന്റെ ബ്രാക്കറ്റ് ഒക്കെ ഒഴിവാക്കി നമ്മൾ എഴുതുന്ന സമയത്ത് ആൻസർ എന്തായാലും കറക്റ്റ് ആക്കും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുന്ന മെത്തേഡ് ഒക്കെ ഉണ്ട് ഇന്റിജേഴ്സിന്റെ കേസിൽ. ബ്രാക്കറ്റ് ഇപ്പം ഇതിപ്പോ മൈനസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടല്ലേ? കാരണം ഈ ടേം മൊത്തമായിട്ടാണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോ ഈ ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് എഴുതണമെങ്കിൽ കുറച്ച് വർക്കല്ല, കുറച്ച് മാറ്റി എഴുതാനുണ്ട്. അങ്ങനെ ചെയ്താലും ഇതിന്റെ ആൻസർ -24 തന്നെയായിരിക്കും. ഞാൻ നിങ്ങളോടാണോ പണ്ട് പറഞ്ഞത് എന്ന് എനിക്ക് ഓർമ്മയില്ല. മാത്സിന് ഒരുപാട് വഴികൾ ഉണ്ടാവും ചെയ്യാൻ, ഒരുപാട് വഴികൾ ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ ചെയ്ത പോലെയല്ല നിങ്ങൾ ചെയ്തേ, പക്ഷെ ആൻസർ കറക്റ്റ് അല്ലേ? അല്ലേ? മാത്സ് ഒരു പ്രോബ്ലം കിട്ടിയാൽ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. ആൻസർ എല്ലാവർക്കും ഒന്ന് തന്നെയായിരിക്കും കിട്ടുക. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിലുള്ള മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. അന്നേരം എക്സാമിന് അതേ പിന്നെ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണ്ടേ? എക്സാമിന് ടെക്സ്റ്റിലുള്ള മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ ഇപ്പോഴേ വേറെ മെത്തേഡ് ഫോളോ ചെയ്ത് ശീലിച്ചാൽ നിങ്ങൾക്ക് SLC ആകുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം SLCയിൽ പുറത്തുനിന്നുള്ള വാല്യുവേഷൻ അല്ലേ? നമ്മൾ വാല്യൂ ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ മാർക്ക് ഇട്ട് തരും. ആൻസർ ശരിയായാലും ഞങ്ങൾ മാർക്ക് ഇട്ട് തരും. പക്ഷെ SLC എത്തുമ്പോഴത്തേക്കും പുറത്ത് വാല്യുവേഷന് പോകുന്ന സമയത്ത് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ ആൻസർ നോക്കുള്ളൂ. അപ്പോ ഏറ്റവും ബെറ്റർ നിങ്ങൾ ടെക്സ്റ്റിലുള്ള മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അല്ലാതെ ചെയ്ത് പഠിക്കുന്ന നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളുടെ മെന്റൽ പവർ, മെന്റൽ എബിലിറ്റി കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് മാത്സിന്റെ ഒരുപാട് വഴികൾ ചെയ്യുന്നതും ഷോർട്ട് കട്ടിലൂടെ ഒക്കെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതും ഒക്കെ നല്ലതാണ്. കുറെ കൂടി വലുതാവുന്ന സമയത്ത്, അതായത് PSC എക്സാമും ബാങ്ക് എക്സാം ഒക്കെ നിങ്ങൾ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഷോർട്ട് കട്ടിലൊക്കെ ആൻസർ കിട്ടുന്നത് നല്ല കാര്യമാണ്. കാരണം ടൈം നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും.
നിങ്ങൾക്ക് ഇപ്പൊ അത് മനസ്സിലാവില്ല. കുറച്ചുകൂടി വലുതായിട്ട് +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PSCയും ബാങ്ക് എക്സാമും ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ടൈമിന്റെ വാല്യൂ മനസ്സിലാവും. മാത്സ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തന്നെ എഴുതണം എക്സാമിന്. എന്നാൽ ഇപ്പൊ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫുൾ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആൻസറും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ 5 മാർക്ക് കിട്ടുള്ളൂ. എന്നാൽ ഇപ്പൊ നിങ്ങൾ ഒരു PSC എക്സാമിന് പോയി ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അവിടെ സ്റ്റെപ്പിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, അവിടെ ആൻസർ മാത്രമേ വേണ്ടൂ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. മൈൻഡ് കാൽക്കുലേഷൻ വഴി എങ്ങനെ വേണമെങ്കിലും ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് മൈൻഡ് കാൽക്കുലേഷൻ നിങ്ങൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നത് നല്ലതാണ്. പക്ഷെ അത് നിങ്ങൾ എക്സാം പേപ്പറിൽ അപ്ലൈ ചെയ്യണം. എക്സാം പേപ്പറിൽ നിങ്ങൾ എഴുതി തന്നെ ചെയ്യും. ഓക്കെ. പിന്നെ നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാനുണ്ട്, ഫ്രാക്ഷൻസ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്, ഈ ഫ്രാക്ഷൻസിന്റെ ഒക്കെ കേസിൽ നിങ്ങൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതല്ലേ ഫ്രാക്ഷൻ ഏതൊക്കെയാന്ന്, അല്ലെ? അപ്പൊ നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം. സം കണ്ടുപിടിക്കാനും സബ്ട്രാക്ഷൻ ചെയ്യാനും ഇതൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും, അല്ലെ? 7ാം ക്ലാസ് പഠിക്കും. 7ാം ക്ലാസ്സിലുണ്ട് ഫ്രാക്ഷൻസ്. അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഐഡിയാസ് മാത്രം പറഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ, ഇപ്പൊ 10:45 ക്ലാസ് ഉണ്ടല്ലോ, അന്നേരം നിങ്ങൾക്കത് പറഞ്ഞു തരാം. കാരണം ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ട് പഠിക്കുന്ന കാര്യം. അതിന്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നിങ്ങൾ 5th പഠിക്കുന്നുണ്ട്. ആദ്യം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പഠിക്കാത്തവർക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് പറഞ്ഞുതരാം. 7th പഠിക്കാനുണ്ട് ഫ്രാക്ഷൻ. ഫ്രാക്ഷനാ? ഫ്രാക്ഷൻ അത് ഞാൻ 3ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നത് അല്ലേ? മൾട്ടിപ്ലിക്കേഷനും അറിയാം, ഡിവിഷനും അറിയാലോ. ഫ്രാക്ഷൻ ടു ഡിവിഷൻ ഞാൻ എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മുന്നേ അറിയുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ചെയ്ത് പോകാൻ പറ്റും, പഠിച്ചു പോകാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫ്രാക്ഷൻ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് വരുന്ന ചാപ്റ്റർ ഡെസിമൽ. ഡെസിമലും നിങ്ങൾ പഠിച്ച സംഭവം തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ്. ഇൻഡിജേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് ഇതുവരെ പഠിക്കാതിരുന്നത്, ആദ്യമായിട്ട് പഠിക്കുന്നത്. പിന്നെ വരുന്നത് ഡാറ്റ ഹാൻഡ്ലിംഗ്. ഡാറ്റ ഹാൻഡ്ലിംഗ് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പൊ ഇനി കഴിഞ്ഞ ക്ലാസിന്റെ കണ്ടിന്യൂസ് ആണോ 5ാം ക്ലാസിന്റെ? കുറെയൊക്കെ കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. പിന്നെ വരുന്നത് 7th ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. പാറ്റേൺ ഒക്കെ വരുന്നുണ്ട്, സിമെട്രി, പാറ്റേൺ. അതൊക്കെ നിങ്ങൾ 5ലും 4ലും ഒക്കെ പഠിച്ചതാ. 1ാം ക്ലാസ് മുതലേ പഠിക്കുന്ന പാറ്റേൺസ് ഒക്കെ. പിന്നെ കുറച്ച് ടഫ് ആയിട്ട് വരുന്നതൊന്ന് 11th ചാപ്റ്റർ ആൾജിബ്ര. ആൾജിബ്ര ആണ് നിങ്ങൾക്ക് കുറച്ച് ടഫ് വരുന്നത്. പാറ്റേണും ഡാറ്റ ഹാൻഡ്ലിംഗും ഒന്നും വലിയ പ്രശ്നമില്ല. പിന്നെ പെരിമീറ്റർ, മെൻസുറേഷൻ, പെരിമീറ്റർ കണ്ടുപിടിക്കാം, അതും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പൊ നമുക്ക് എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പെട്ടെന്ന് എടുത്ത് തീർക്കാം. ബാക്കി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ തീർക്കേണ്ടതാണ്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഒരു ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യാതെ നോക്കണം. അഥവാ എന്തെങ്കിലും കാരണത്താൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, യൂട്യൂബിൽ ക്ലാസ് അവൈലബിൾ അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, എന്താ പഠിപ്പിച്ചതെന്ന് ചോദിക്കുക കേട്ടോ. ചിലപ്പോ കറണ്ടിന്റെയും നെറ്റിന്റെയും ഒക്കെ പ്രശ്നം കാരണം റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, എന്താ പഠിപ്പിച്ചതെന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, ബൈ.